ഞാൻ MBBS പാസ്സാകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം ഒരു ബ്രീഫായിട്ടൊരു 1 ഇയർ അവിടെ സീനിയർ ഹൗസ് സർജൻസി എന്ന് പറയുന്ന ഒരു കോഴ്സ് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ പിതാവിന്റെ ഇഷ്ടപ്രകാരവും നിർദ്ദേശപ്രകാരവുമാണ് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത്. പിതാവ് എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ അതെ, അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണിയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു, ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. 1976 അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലായി. പ്രിൻസിപ്പലായിരുന്ന സമയത്താണ് ഞാൻ ഡബ്ലിനിലേക്ക് എന്റെ ഉപരിപഠനാർത്ഥം പോകുന്നത്. കുടുംബത്തിലൊരു ശാസ്ത്രാഭിമുഖ്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരുന്നത് അല്ലെ? തീർച്ചയായിട്ടും. ഞങ്ങളെല്ലാവരും ഞങ്ങൾ 6 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ആണുങ്ങളും 3 പെൺകുട്ടികളും. അതിൽ ഞങ്ങള് 5 പേരും ബോട്ടണി, 4 പേര് ബോട്ടണിയും ഒരാൾ സുവോളജിയുമാണ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾ മാത്രമേ ലിറ്ററേച്ചറിലേക്ക് മാറിയിട്ടുള്ളൂ. അപ്പൊ ചെറുപ്പം മുതലേ ഈ അപ്പച്ചൻ വീട്ടിൽ നിന്ന് പോകുന്നതും ഈ ചേമ്പലയില് ആൽഗെ തോണ്ടി കൊണ്ടുവന്ന് അവിടെ